ഹലോ മൈ ഡിയർ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. സോ നമ്മൾ 2 ദിവസമായി വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്, കാരണം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ. സോ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഓഫ്ലൈൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. സോ കഴിഞ്ഞ വീഡിയോയിൽ ഓൺലൈൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന ഓൺലൈൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് 2025 ഓഫ്ലൈനായിട്ട് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. സോ ഓഫ്ലൈൻ ആകുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ക്ലാസ്സസൊക്കെ നല്ലോണം മനസ്സിലാക്കി കേൾക്കുക. പ്രൊഫസർമാർ വന്നെടുക്കുന്ന ക്ലാസ്സൊക്കെ നല്ലോണം ഇരുന്ന് എന്താ പറയുക, ഉറക്കം കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നല്ലോണം ഇരുന്ന് കേൾക്കുക. പിന്നെ മെയിനായിട്ട് ഒരു ബേസും ഇല്ലാതെ പെട്ടെന്ന് തന്നെ ഒരു എൻട്രൻസ് ലെവലിലോട്ട് കയറുന്നൊരു കുട്ടിക്ക് മനസ്സിലാക്കിയെടുക്കാൻ, ദാറ്റ് ഈസ് ബേസ് മനസ്സിലാക്കിയെടുക്കാൻ ഓഫ്ലൈനിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത് സ്വാഭാവികമാണ്. അപ്പം കുറേ മെസ്സേജസ് വരുന്നതെന്ന് പറഞ്ഞാൽ, കുറേ കമൻസുകൾ നമ്മൾ നോക്കിയാലും ചേച്ചി ബേസ് ഇല്ല, ചേച്ചി +1 +2 സ്റ്റേജ് സിലബസ് ആയിരുന്നു, ഒട്ടും ബേസ് ഇല്ല, എൻട്രൻസിന് റിപ്പീറ്റ് ചെയ്താൽ കിട്ടുമോ, നീറ്റ് കിട്ടുമോ, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത്, ബേസ് എല്ലാവരും എല്ലാ ബേസും കൊണ്ടിട്ടല്ല ഈ എൻട്രൻസ് കിട്ടിയവരെല്ലാവരും നമ്മൾ ഓരോ ഇൻ്റർവ്യൂസ് കാണത്തില്ലേ. അപ്പോൾ എനിക്കും ഒട്ടുമേ ബേസ് ഇല്ലായിരുന്നു. എനിക്കും എൻട്രൻസ് ലെവലിൽ കയറുമ്പോൾ ഒട്ടും ബേസ് ഇല്ലായിരുന്നു. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോടാ, അതൊക്കെ നമ്മൾ ഈ പലർക്കും പല ഗ്രാസ്പിംഗ് പവറായിരിക്കും. അപ്പോൾ നമ്മൾ അതൊക്കെ മനസ്സിലാക്കി നമ്മൾ തന്നെ ബേസ് സെറ്റാക്കി എടുക്കാൻ നോക്കുക. അത് നമുക്ക് വേണ്ടതെല്ലാം പ്രൊഫസർമാർ തരും. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ പ്രൊഫസർമാരോട് ചോദിച്ച് ക്ലിയർ ആക്കുക. നമ്മൾ ഡൗട്ട് ക്ലിയർ ചെയ്യാനെന്നും ഈ എൻട്രൻസ് ലെവലിൽ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നവരൊന്നും ഒരു മടിയും കാണിക്കരുത്. അത് ഓൺലൈനിലായാലും ഓഫ്ലൈനിലായാലും. അങ്ങനെ മടി കാണിച്ചാലുണ്ടല്ലോ, നമുക്ക് പിന്നെയും അത് പെൻഡിങ് ആയി പോകുന്നതല്ലാതെ നമുക്ക് ഒരു യൂസും നമുക്ക് തോന്നില്ല. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യുക. പിന്നെ മെയിനായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഹോസ്റ്റലിൽ വരുമ്പോൾ നമ്മളിരുന്ന് പഠിക്കൂടാ, നമ്മൾ ഹോസ്റ്റലിൽ ഇരുന്ന് പഠിക്കും. അതാണ് മെയിൻ ഒരു അഡ്വാൻറ്റേജ്. കാരണം നമ്മളെ ഫ്രണ്ട്സ് എല്ലാം ഇരുന്ന് പഠിക്കുന്ന കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ടിരുന്ന് പഠിക്കാൻ നമുക്ക് തോന്നും. ഹോസ്റ്റലിലൊക്കെ അപ്പോൾ നമ്മളിരുന്ന് പഠിക്കും. ആ ടൈമിൽ നമ്മളിപ്പം ചിലപ്പോൾ നമ്മൾ നോക്കും, എൻ്റെ മെയിൻ ഒരു ഇതെന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ റൂംമേറ്റ്സിനെക്കാട്ടിയും ഇങ്ങനെ ഇരുന്ന് പഠിക്കുമായിരുന്നു. പക്ഷേ മാർക്ക് വരുമ്പോൾ ഉണ്ടല്ലോ, അവർക്ക് നല്ല മാർക്ക് കാണും, എനിക്ക് സ്കോർ ചിലപ്പം കുറവായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കമ്പയർ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അത് ഭയങ്കര ഒരു തെറ്റാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മളെ മാർക്ക് വേറൊരാളുമായിട്ട് കമ്പയർ ചെയ്യരുത്. നമ്മളെ മാർക്ക് നമ്മളായിട്ട് തന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ നോക്കുക. ഓക്കെ, അല്ലാതെ നമ്മളെ മാർക്ക് അവരുടെ മാർക്ക്, നമുക്ക് മാർക്ക് കുറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട. ആദ്യമൊക്കെ നമുക്ക് മാർക്ക് കുറവായിരിക്കും. കാരണം ഒന്നും അറിയാതെ നമ്മൾ ഫസ്റ്റ് ഒരു എൻട്രൻസ് ലെവലിലോട്ട് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസും എന്താ പറയുക, തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കാണുന്നതായിരിക്കും. ഒബ്ജക്റ്റീവിലോട്ട് വരുമ്പോൾ, സബ്ജക്റ്റീവ് അല്ലേ, സ്റ്റേറ്റ് സിലബസിൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ പറയുക, മാർക്ക് കുറഞ്ഞിരിക്കും. പക്ഷേ നമ്മളത് പതുക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക. അപ്പോൾ ബേസിൻ്റെ കാര്യം എല്ലാവർക്കും ഒരു ധാരണ കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ബേസ് എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ തന്നെ സെറ്റാക്കണം ബേസ്. ഓൺലൈനാണെങ്കിൽ നമുക്ക് ഡൗട്ടുകൾ ചോദിക്കാം. ബേസ് ആയാലും എന്തിൻ്റെ ആയാലും ഡൗട്ടുകൾ നമുക്ക് പ്രൊഫസർമാരോട് ചോദിക്കാം. അപ്പോൾ അവർ പറഞ്ഞു തരും നമുക്ക്. പിന്നെ എന്താ പറയാനുള്ളത്, പിന്നെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ, അപ്പോൾ ആദ്യമായിട്ടൊക്കെ വീട്ടിൽ നിന്ന്, ഞാൻ നല്ലൊരു ഹോം സിക്കുള്ളൊരു കുട്ടിയായിരുന്നു. സോ അതിൻ്റേതായ കാര്യങ്ങളും ഫസ്റ്റ് സ്ട്രെസ്സ്, ഡിപ്രഷൻ, അതിൻ്റെയൊക്കെ ആദ്യത്തെ ഒരു 2-3 മന്ത്സൊക്കെ അങ്ങനെയൊക്കെ കാണും. സോ അതൊക്കെ പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളങ്ങ് നല്ല രീതിക്ക് അങ്ങ് പഠിച്ച് പോകും. സോ ആദ്യമേ അയ്യോ പറ്റുന്നില്ല, ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചാടി കയറി ഓൺലൈനിലോട്ടാവരുത്. അത് വലിയൊരു മിസ്റ്റേക്കാണ് കേട്ടോ. ഫസ്റ്റ് മുതലേ അങ്ങനെ ആകുമ്പോഴത്തേനുണ്ടല്ലോ കുറേ പെൻഡിങ് വരൂടാ. അപ്പോഴത്തേനും നമുക്ക് ഈ ഓഫ്ലൈനിലും ഈ ഓൺലൈനിലും പഠിപ്പിക്കുന്ന 2 ടോപ്പിക്സ് ആയിരിക്കും. ഞാൻ ബ്രില്യൻറ്റിലെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ബാക്കിയുള്ളിടത്ത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. സോ 2 ടോപ്പിക്സ് ആയിരിക്കും. അപ്പോൾ ഈ 2 ടോപ്പിക്സ് തമ്മിൽ എന്ത് ചെയ്യും, ക്ലാഷ് ആവും. നമുക്ക് പിന്നെ എല്ലാം പിന്നെ ഫുള്ള് നമ്മളെ കയ്യിൽ നിന്ന് അങ്ങ് പോവും. അതുകൊണ്ട് അവിടെ നമ്മൾ മാക്സിമം പിടിച്ച് നിൽക്കാൻ പറ്റുക, അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അവിടെ പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും നിങ്ങൾക്കൊക്കെ നീറ്റ് കിട്ടൂടാ. നല്ലോണം ഇരുന്ന് പഠിച്ചാൽ മതി. ഒന്നും പെൻഡിങ് ഇടാതെ കൺസിസ്റ്റൻ്റ് ആയിട്ടിരുന്ന് പഠിക്കണം. അപ്പോൾ അവിടെ നിൽക്കാൻ പറ്റാതെ 1 മാസം അല്ലെങ്കിൽ 2 മാസമൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കാൻ പറ്റാതൊക്കെ വരുമ്പോൾ ചാടി കയറി എന്താക്കരുത്, ഓൺലൈനിലോട്ട് മാറരുത്. അത് വലിയൊരു മിസ്റ്റേക്ക്. അല്ലെങ്കിൽ പിന്നെ ഫസ്റ്റ് മുതലേ ഓൺലൈനിൽ തന്നെ പഠിക്കുക. അപ്പോൾ പെൻഡിങ് വരത്തില്ല. ഇപ്പോൾ ഈ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ പെൻഡിങ് വന്നാൽ ഭയങ്കര പാടാണ് റിക്കവർ ചെയ്യാൻ. കാരണം എന്ന് വെച്ചാൽ, അത് എനിക്ക് അനുഭവമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഭയങ്കര പാടായിരിക്കും. സോ പെൻഡിങ് ഇടാതെ പഠിച്ചു പോവുക മുന്നോട്ട്.
പിന്നെ ബേസിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി പ്രോബ്ലം സോൾവിങ് സ്കില്ലൊക്കെ കുറവ് ആയിട്ടിപ്പം എനിക്ക് ഇപ്പോഴും എന്താ പറയുക, ഇനിയും ഞാൻ കുറേ വർക്ക് ചെയ്യണം, എന്നാലേ എനിക്ക് ഇനിയും എൻ്റെ ഒരു കേസ് ഇപ്പോൾ അങ്ങനത്തെ കുറേ റിപ്പീറ്റേഴ്സ് ഉണ്ട്, ഇനിയും കുറേ വർക്ക് ചെയ്യേണ്ട റിപ്പീറ്റേഴ്സ് ഉണ്ട്. സോ അങ്ങനെയുള്ളവരെന്നൊക്കെ പറഞ്ഞാലേ, അല്ലെങ്കിൽ നിങ്ങൾ പുതിയ റിപ്പീറ്റേഴ്സിനോട് എല്ലാം പറയുകയാണ്, ഇപ്പോൾ ഒരു ഫിസിക്സിലൊരു ക്വസ്റ്റ്യൻ കണ്ടാൽ ആ ക്വസ്റ്റ്യൻ്റെ മോഡലും ആ ക്വസ്റ്റ്യനും വേറെ എവിടെ കണ്ടാലും ചെയ്യാനുള്ള ഇത് നമുക്ക് കാണണം. അങ്ങനെ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും പഠിക്കണം. ചെയ്ത് എത്രമാത്രം ബോറടിക്കുന്നിടം വരെ ചെയ്യുക, അത് ആവുന്നിടം വരെ ചെയ്യുക. അങ്ങനെ ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കണം. പിന്നെ കെമിസ്ട്രി എന്നൊക്കെ പറഞ്ഞാൽ ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ ലാസ്റ്റ് ആ ഒരു ടൈമിലൊക്കെ, ഒരു ഡിസംബർ ആ ടൈമിലൊക്കെ ആയിരിക്കും തുടങ്ങുക. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ടൈം ടേബിൾ വെക്കണോടാ. ഇപ്പം ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും ഒരു ടൈം ടേബിൾ വെക്കണം. നമുക്ക് കൃത്യമായിട്ടൊരു പ്ലാൻ കാണണം. ഒരു പ്ലാനും ഇല്ലാതെ എൻട്രൻസ് പഠിക്കരുത്. മെയിനായിട്ട് ഓൺലൈൻകാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറ്റവർക്ക് വീക്ക്ലി എക്സാം അങ്ങനൊരു പ്ലാൻ ഉണ്ട്. പക്ഷേ ഓൺലൈൻകാരാകുമ്പോൾ നമ്മൾ സ്വന്തമായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കണം. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, ഈ ഓൺലൈൻ റെക്കോർഡഡ് ക്ലാസ്സുകൾ കാണുമ്പോൾ എന്താ അങ്ങനെ. അപ്പോൾ റെക്കോർഡഡ് ക്ലാസ്സുകൾ ആ ടൈമിൽ തന്നെ നമ്മൾ കണ്ടു തീർക്കാൻ നോക്കുക, അല്ലെങ്കിൽ പിന്നെ അത് പെൻഡിങ് ആയിപ്പോൾ റെക്കോർഡഡ് ക്ലാസ്സൊക്കെ. പിന്നെന്താ ഓഫ്ലൈൻ സ്റ്റുഡൻസിനെ കുറിച്ച് പറയാനുള്ളത്, പിന്നെ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ നല്ലതാണ്. എന്ത് വിഷമം എന്ത് സ്ട്രെസ് ഉണ്ടെങ്കിലും മിസ്സുമാരോട് പറയാൻ മടി കാണിക്കരുത്. ബ്രില്യൻറ്റിലാണെങ്കിൽ ബാക്കിയുള്ള എനിക്കറിയത്തില്ല, കാരണം ബ്രില്യൻറ്റിലെ മിസ്സുമാരൊക്കെ അത്യാവശ്യം നല്ല ഫ്രണ്ട്ലിയാണ്. അവരോടൊക്കെ എന്ത് വേണമെങ്കിലും ഓപ്പണപ്പായിട്ട് പറയാനൊക്കെ പറ്റും. സോ അങ്ങനെ പറയാനൊരു ഡൗട്ട് ചോദിക്കാനും കാര്യങ്ങളൊക്കെ വേറെ ആരുടെ അടുത്ത് പറയാനും വേണ്ടിയിട്ട് ഒരു മടിയും കാണിക്കരുത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഓഫ്ലൈൻ സ്റ്റുഡൻസിൻ്റെ കാര്യങ്ങളായിട്ട്. പിന്നെ പഠിക്കുക, നിങ്ങൾക്കെല്ലാം കിട്ടും, ടെൻഷനൊന്നും വേണ്ട. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഓഫ്ലൈനിൽ ഫോൺ യൂസേജ്, ബ്രില്യൻറ്റിൽ ഫോൺ യൂസേജ് വരുന്നത്, കുറേ പേര് ചോദിക്കുന്നുണ്ട് ബ്രില്യൻറ്റിൽ ഫോണില്ലേ എന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല. നമ്മൾ പോയി 1 മന്തൊക്കെ, ഒരു 1 മന്തിൽ ഹാഫ് മന്തൊക്കെ ആകുമ്പോഴത്തേനും അപ്പോൾ വരെ നമുക്ക് ഫോൺ ഫുൾ ടൈം നമ്മളെ കയ്യിൽ തരും. പിന്നെ കോളേജിൽ ഫോൺ കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഫോൺ റെസ്ട്രിക്റ്റഡ് ആണ്. പക്ഷേ ഹോസ്റ്റലിൽ നമുക്ക് വിളിക്കാൻ, കാരണം ആ ഒരു ഫസ്റ്റ് ഒരു ഇത് മാറാൻ വേണ്ടിയിട്ട്, ഒരു വിഷമമൊക്കെ ആയിരിക്കുമല്ലോ മാറി നിൽക്കുന്നത്, അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഫോൺ നമ്മളെ കയ്യിൽ തരും. പിന്നെ തൊട്ട് 3 ഡേയ്സ് നമ്മൾക്ക് ഫോൺ അവരൊരു ടൈം തരും, ആ ടൈമിൽ നമുക്ക് തരും. 3 ഡേയ്സ് തരും. പിന്നെ നമ്മുടെ മാർക്ക് കാര്യങ്ങളൊക്കെ, നമ്മൾ എക്സാം എഴുതിയ മാർക്ക് അപ്പോൾ തന്നെ എന്താ പറയുന്നത്, റിസൾട്ട് അന്ന് തന്നെ നമ്മുടെ പാരൻസിൻ്റെ ഫോണിൽ മെസ്സേജായിട്ട് പോവും. മാർക്കൊക്കെ പേരൻസിന് അറിയാൻ പറ്റും. പിന്നെ ഫോണൊക്കെ തരും, കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. അത്രയ്ക്ക് ഭയങ്കര സ്ട്രിക്റ്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പ്രഷറായിരിക്കും, പഠിക്കുന്നതിന് അറിയാമല്ലോ, ഭയങ്കര പ്രഷറാണല്ലോ. അപ്പോൾ അത് നമ്മൾ മാനേജ് ചെയ്യുക. അത്രയൊക്കെ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇറ്റ്സ് മീ ഹന്ന സൈനിങ് ഓഫ്.